ഇന്ന് നമുക്ക് ഊണല്ല കേട്ടോ, നല്ല ചൂട് കഞ്ഞിയാണേ. നമ്മുടെ അരിയും പയറും എല്ലാം കൂടെ ഇട്ട് വേവിച്ച് നല്ല ചൂട് കഞ്ഞിയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ഊണെന്ന് പറയുന്നത് കേട്ടോ. നല്ല ചൂട് കഞ്ഞിയാണ് കേട്ടോ. ചൂട് കഞ്ഞിയും പയറും നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കഞ്ഞിയാണ്, നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പർ കഞ്ഞിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറുമാണ് കേട്ടോ. നാരങ്ങ അച്ചാറെന്ന് പറയുമ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഇട്ടില്ലേ, നല്ല ഈത്തപ്പഴമൊക്കെ ഇട്ട നല്ല സൂപ്പർ നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇനി ഉടനെ തന്നെ എൻ്റെ മാങ്ങ അച്ചാറിൻ്റെതും ചൂര അച്ചാറിൻ്റെതും എല്ലാം വീഡിയോ ഇനി വരുന്നുണ്ട്. ഞാൻ അച്ചാറിടുന്നത് ചൂര അച്ചാർ, ബീഫ് അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ എല്ലാം ഏത് പറയുന്ന അച്ചാറും ഞാനിട്ട് പുറത്ത് കൊടുക്കപ്പെടും. അപ്പോൾ ആർക്ക് വേണോ ഇതിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം, ഇതിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതെന്നെ വിളിച്ച് അറിയിക്കണം. ആർക്കാണോ പിന്നെ അച്ചാർ വേണ്ടത്, അത് ആരും എന്നെ വിളിച്ച് എവിടെ നിന്നാലും ഞാനത് പുറത്തുനിന്നാണെങ്കിലും ഞാനത് DTC വഴിയൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയും ഞാനത് ചെയ്ത് കൊടുക്കപ്പെടും. അപ്പോൾ നല്ല സൂപ്പർ ചൂര അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ചൂര അച്ചാർ, ബീഫ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ബീഫ് അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ ഇഷ്ടപ്പെട്ട ഏത് അച്ചാർ വേണമെന്നെങ്കിലും നിങ്ങൾ എന്നെ ഈ ഒരു ഇതിൽ മെസ്സേജ് ഇട്ടിരിക്കണം. എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ചായിരിക്കും കൊടുത്തു വിടുന്നത്. ആർക്ക് വേണോ ഇതിൽ വന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അച്ചാർ വേണമെന്നുള്ളവർ വിളിക്കേണ്ട നമ്പർ ഞാൻ ഇതിൽ ടാഗ് ചെയ്തേക്കും. അപ്പോൾ നല്ല കിളിമീൻ കേട്ടോ, കിളിമീൻ പൊരിച്ചതാണ്. നല്ല കിളിമീൻ പൊരിച്ചത്, നല്ല കിളിമീൻ്റെ തലയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കിളിമീൻ്റെ തലയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ ഇട്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരകമൊക്കെ ആയിട്ട് അരച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കിളിമീൻ എന്ന് പറയുന്നത് കേട്ടോ. ആ തലയൊക്കെ നോക്കിയാണ് നല്ല സൂപ്പർ അല്ലേ. തലയും നല്ല മീനയ്ക്ക് നല്ലതുപോലെ എരിവുള്ളതാണ്. അപ്പം നമ്മൾക്ക് കഞ്ഞി കുടിക്കാൻ നമ്മൾ എന്താണെന്നറിയോ ഉപയോഗിക്കുന്നത്. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കാരണം നമ്മുടെയൊക്കെ കുഞ്ഞിലേക്ക് നമ്മൾ ഒരുപാട് ഇതിൽ കുടിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോയപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ഇത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ ചക്ക കായ്ക്കുന്ന പ്ലാവലയാണ്. അതിനെ നമ്മൾ ഒരു ഇറുക്കിലൊക്കെ വെച്ച് കോട്ടിയെടുത്ത് നമ്മളത് കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കഞ്ഞി കുടിച്ചോട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഓർമ്മ കാണില്ല, പക്ഷേ ഇത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പം എല്ലാവരും ഇത് കഴിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് ഇതൊന്നും അറിയില്ല കേട്ടോ. കാരണം അവരിതൊക്കെ വന്ന സമയത്ത് ഇപ്പം ചക്കി അങ്ങനെ പ്ലാവ് എന്തെന്ന് പോലും അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. നമ്മളിങ്ങനെ കഞ്ഞി ഇങ്ങനെ കോരി കുടിച്ച ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിലിങ്ങനെ കഞ്ഞി കുടിച്ചവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും അന്നിങ്ങനെ കമൻറ്റ് ചെയ്യണം. ഈ കഞ്ഞി കുടിച്ചവരൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട്ടിലെ ആഹാരമെന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകണ്ട, ഞാൻ ചൂര അച്ചാറിൻ്റെയും മാങ്ങ അച്ചാറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അത് ആർക്ക് വേണോ ഓർഡർ ചെയ്യാൻ പറ്റും. ഓർഡർ ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കും. പുറത്താണെങ്കിലും ഇവിടെ ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ നമ്പർ അറിയുന്നവർക്ക് വിളിക്കുക. ഞാനത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ക്വാണ്ടിറ്റിയും ക്വാളിറ്റി എടുത്ത് പറയുന്നു. ക്വാളിറ്റിയോടും കൂടി മാത്രമേ ഞാൻ കൊടുത്തു വിടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴയായത് കൊണ്ട് മാത്രമാണ് നല്ല ചൂട് കഞ്ഞി. അപ്പം എല്ലാവരും ഊണ് കഴിച്ചു എന്ന വിശ്വാസത്തോടു കൂടി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.